യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമുക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പ്രഥമമായി അപേക്ഷിക്കുന്നത്, പിതാവേ, അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിശുദ്ധ തിരുവെഴുത്തിലെ മനോഹരമായൊരു പഠന വിഷയമാണ് ലോകം. വിശേഷാൽ പുതിയ നിയമം വളരെ വിശാലമായ നിലയിൽ ലോകം എന്ന വിഷയത്തെ നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. ലോകം 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 എന്ന് പല നിലകളിൽ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. 3 ചിന്തകൾ മനസ്സിലേക്ക് തരാൻ ഞാൻ. ഒന്ന്, ലോകം എന്നതുകൊണ്ട് തിരുവെഴുത്ത് ഉദ്ദേശിക്കുന്നത് ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെയാണ്. നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ ഈ അഖിലാണ്ട കടാഹത്തെ മുഴുവൻ തിരുവെഴുത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോകമെന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ്ലീഹ വിശ്വപ്രസിദ്ധമായ അഥേനയിലെ പ്രഭാഷണത്തിൽ പറയുന്നത്, എത്ര പേർക്ക് ആ വാക്യം മനപ്പാടെന്ന് പറയാൻ പറ്റും? ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം. ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം എന്ന് പറയുമ്പോൾ എബ്രായ ലേഖനം പറയുന്നു, ലോകം ദൈവത്തിന്റെ വചനത്താൽ ഉളവായെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അവിടെ ഈ പ്രപഞ്ചത്തെ, ഈ അഖിലാണ്ട കടാഹത്തെ മുഴുവനായി തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത് ലോകം എന്നാണ്. 2, ലോകം എന്നതുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത് മനുഷ്യരെയാണ്. എത്ര പേർ എന്നോട് കൊണ്ട് സ്തോത്രം ചെയ്ത് വരുന്നുണ്ട്? ലോകം എന്നതുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത് മനുഷ്യരെയാണ്. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ അല്ല അർത്ഥമാക്കുന്നത്, മനുഷ്യരെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ തിരുവെഴുത്ത് ലോകം എന്ന വിശേഷണം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരാമേനൊന്ന് പറഞ്ഞു വന്നേ. 3-ാമത്തേത്, പുതിയ നിയമം വിശാലമായി ലോകമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു വ്യവസ്ഥിതിയെയാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന മറ്റൊരു വ്യവസ്ഥിതിയുണ്ട്. ദൈവത്തിന്റെ വ്യവസ്ഥിതി നീതിയുടെ, സത്യത്തിന്റെ, ധാർമ്മികതയുടെ, വിശുദ്ധിയുടെ വ്യവസ്ഥിതിയാണ്. ഒരാമേനൊന്ന് പറയാമോ? ആ നീതിയുടെ, സത്യത്തിന്റെ, വിശുദ്ധിയുടെ, ധാർമ്മികതയുടെ വ്യവസ്ഥിതിക്കെതിരെ നിൽക്കുന്ന ഒരനീതിയുടെ വ്യവസ്ഥിതിയുണ്ട്, അശുദ്ധിയുടെ വ്യവസ്ഥിതിയുണ്ട്, അധാർമികതയുടെ വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിക്കാണ് തിരുവെഴുത്തിൽ ലോകമെന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം പറയണ്ട, ഞാൻ ആ വാക്യം പറഞ്ഞോളാം. വിഭിചാരിണികളായുള്ളോരേ, അടുത്തത് പറഞ്ഞു നിങ്ങൾ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു.
അവിടെ ആ മാരക പാപത്തെ, അശുദ്ധിയെ, അധാർമികതയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഒരാമേൻ പറഞ്ഞു ലോകമെന്നാണ് വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനം നിങ്ങൾ ഉടനീളം ആവർത്തിച്ച് കാണുന്നൊരു പദമല്ലേ ലോകത്തെയും എന്ന് പറഞ്ഞ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അവിടെ പ്രപഞ്ചമെന്ന അർത്ഥത്തിലല്ല, മനുഷ്യരെന്ന അർത്ഥത്തിലല്ല. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്ന അനീതിയുടെ, അശുദ്ധിയുടെ, അധാർമികതയുടെ, അസത്യത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയാണ് തിരുവെഴുത്ത് ലോകമെന്ന് പറയുന്നത്. ആ വ്യവസ്ഥിതിയുടെ നേതാവാണ് പിശാച്. അതുകൊണ്ടാണ് സാത്താനെ തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവം. ഒരു നല്ല ആമേൻ പറഞ്ഞതിലൂടെ വന്നേ. ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ദൈവമെന്നല്ല, സൃഷ്ടി പ്രപഞ്ചത്തിന്റെ ദൈവമെന്നല്ല. ഈ അനീതിയുടെ, അശുദ്ധിയുടെ, അധാർമികതയുടെ, അസത്യത്തിന്റെ വ്യവസ്ഥിതിക്കും നേതൃത്വം കൊടുക്കുന്ന അതിന്റെ നേതാവെന്ന നിലയിലാണ് പിശാചിനെ ഈ ലോകത്തിന്റെ ദൈവം എന്ന് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. ഒരു നല്ല ആമേൻ പറഞ്ഞ്. അവനും ഞാനുമായി ഒരു കാര്യവുമില്ല, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയുക, അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളേണമെന്ന് അത്രേ ഞാൻ അപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ ഭൂമിയിൽ നിന്നെടുക്കണമെന്ന അർത്ഥത്തിലല്ല കർത്താവ് പറയുന്നത്. പിതാവേ, ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ സാത്താന്യ വ്യവസ്ഥിതി നിലനിൽക്കുകയല്ലേ? ആ സാത്താന്യ വ്യവസ്ഥിതിയുടെ സ്വാധീനമില്ലാത്ത ഏതെങ്കിലും ഒരു അന്യഗ്രഹത്തിൽ കൊണ്ട് അവരെ ഒളിപ്പിക്കണമെന്നല്ല. പിന്നെ എന്താ ഞാൻ അപേക്ഷിക്കുന്നത്? സാത്താന്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ അവന്റെ വ്യവസ്ഥിതിയുടെ സ്വാധീനം ഇവരെ കുരുക്കാതെ വണ്ണം, ഇവരെ വിഴുങ്ങാതെ വണ്ണം ജയാളികളായി നിൽപ്പാൻ ഇവർക്ക് കൃപ കൊടുക്കണമെന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, ലോകത്തെവിടെ നിങ്ങൾ പാർത്താലും, നമ്മുടെ ചുറ്റുപാടുകൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും, അധാർമികതയുടെ, അശുദ്ധിയുടെ, അസത്യത്തിന്റെ, പൈശാചികതയുടെ വ്യാപാരങ്ങൾ ഇവിടെ നൃത്തം ചവിട്ടുമ്പോഴും ആ പൈശാചിക സ്വാധീനങ്ങൾക്ക് നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വണ്ണം ജയാളികളായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കൃപ തരുന്നൊരു ദൈവശക്തി ഇന്ന് രാത്രി ദൈവവചനം നമുക്ക് ദൈവമേ തരുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ അവരുടെ ആധരം തുറന്ന് ആ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകത്തെ ജയിക്കാൻ കഴിയുന്ന, പാപത്തെ ജയിക്കാൻ കഴിയുന്ന, ജഡത്തെ ജയിക്കാൻ കഴിയുന്ന, പിശാചിനെ ജയിക്കാൻ കഴിയുന്ന ക്രിസ്തുവിൽ എനിക്കൊരു ജയാളിയായി ജീവിക്കാൻ കഴിയുന്ന ദൈവശക്തിയുടെ അതുല്യമായ വ്യാപാരം ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവാത്മാവ് പകരട്ടെ. അത് വിശ്വസിക്കുന്നവർ അധരം പൊട്ടിയിരിക്കാതെ അധരങ്ങൾ തുറന്ന് കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരാത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാണ്, ഒരിക്കലും പാപത്തിന് മുമ്പിൽ നിസ്സഹായിയായി തോറ്റുകൊടുക്കരുത്.
ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. പലതും, പല ദുശീലങ്ങൾ, പല പാപ സ്വഭാവങ്ങൾ നമുക്ക് നിന്നെ കൊണ്ടേ പോകൂ. നിനക്കിതിനെ ജയിക്കാൻ കഴിയില്ല, കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഈ ദുശീലം എന്നെ വിട്ട് മാറുന്നില്ല. അങ്ങനെ ഇന്ന് രാത്രി പാപ സ്വാധീനങ്ങൾ നമുക്കതിനെ ജയിക്കാൻ കഴിയാതെ നമ്മെ കീഴ്പ്പെടുത്തുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വചനത്താലും ദൈവശക്തിയാലും യേശുക്രിസ്തുവിന്റെ നാമത്താലും ഇന്ന് രാത്രി ഒരുമിച്ച് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. മുറുകെ പറ്റുന്ന ചിലതിനെ ഇന്ന് രാത്രി കുടഞ്ഞെറിഞ്ഞു കഴിയാൻ കഴിയുന്ന താങ്കളെ പരാജയപ്പെടുത്തിയ, താങ്കളെ കീഴ്പ്പെടുത്തിയ ചിലതിനെ ഇനി ജയിക്കാൻ അനുവദിക്കാത്ത നിലയിൽ, നിങ്ങളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കാത്ത നിലയിൽ നിങ്ങൾക്ക് അതിന്മേൽ ജയം തരുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷയിൽ ആത്മാവയക്കുകയാണ്. രാത്രി ഈ ദൂത് എഴുതി വെച്ചോ. ആഹാബിനു രഥത്തിനു മുന്നാലെ ഏലിയാവിനെ ഓടിച്ചതുപോലെ ചിലതിനെ ജയിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി, ചിലതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി വചന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അയക്കുകയാണ്. പ്രിയരെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കട്ടെ. സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് രാത്രി അതങ്ങനെ സംഭവിക്കട്ടെ. എന്നെ ആവേശഭരിതനാക്കുന്ന രണ്ട് ചിന്തകൾ അവിടെ ഉണ്ട്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്ന് അത്രയും ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് നമ്മുടെ കർത്താവിന് എത്ര ഉത്തരവാദിത്വമുണ്ട്. ഒരു നല്ല ആമേനൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? നമ്മെക്കുറിച്ച് കരുതലുള്ളൊരു കർത്താവാ നീ. നമ്മെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ളൊരു നല്ല കർത്താവാണ് നീ. ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴെല്ലാം എൻ്റെ കണ്ണ് നനയാറുണ്ട്, എൻ്റെ ഹൃദയം പിടച്ചു വികസിക്കാറുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ അല്പം കൂടി ഞാനത് വ്യക്തമാക്കാം. നമ്മുടെ കർത്താവിൻ്റെ കരുതൽ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 17:12. നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിച്ച്. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. അടുത്തത്, ഞാൻ അവരെ സൂക്ഷിച്ചു. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ? ഞാൻ അവരെ സൂക്ഷിച്ചു എന്ന് കർത്താവ് പറയുമ്പോ, പിതാവിനോട് പറയുമ്പോ എന്തെല്ലാം സംഭവങ്ങൾ പ്രിയ കർത്താവിൻ്റെ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ടാവും. ഒരാമേനൊന്ന് പറഞ്ഞ് ആ സന്ദർഭം പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടെ ബോധ്യമാവും. സത്യത്തിൽ ഇതൊരു വിടവാങ്ങൽ കൂട്ടായ്മയാണ്, അല്ലേ? ഇതൊരു വിടവാങ്ങൽ കൂട്ടായ്മ. കാരണം കിദ്രോനോട് കടന്ന് ഗത്സമന തോട്ടത്തിലേക്ക് പ്രവേശിച്ച കർത്താവിനെ പിടിക്കാൻ പോവാം. തൻ്റെ മഹത്തായ ദൗത്യ നിർവഹണമായ ക്രൂശീകരണത്തിന് ഏൽപ്പിക്കപ്പെടാൻ പോവുക. അപ്പൊ ഇവരെ വിട്ട് മരണത്താൽ അല്പസമയത്തേക്ക് മാറ്റപ്പെടാൻ പോകുന്നു എന്ന് കർത്താവിനറിയാം. ഇവർക്കത് അറിഞ്ഞുകൂടാ. അതറിയാവുന്ന കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അളവിൽ എന്തു കൃതാർത്ഥനായിട്ടാ പിതാവിനോട് പറയുന്ന, പിതാവേ, കഴിഞ്ഞ 3.5 വർഷം നിഴല് പോലെ ഊണിലും ഉറക്കത്തിലും ഇവരെൻ്റെ കൂടെ ഉണ്ട്. ഒരാമേനൊന്ന് പറയാമോ? ഞാൻ അവരെ സൂക്ഷിച്ചു. ഞാൻ അവരെ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലൂടെ മിന്നിമറയാൻ സാധ്യതയുള്ള 2 ചിന്തകൾ പറയാം. ലൂക്കോസിന്റെ സുവിശേഷമാണ്, വായിക്കേണ്ട 22-ാം അധ്യായം, വായിക്കേണ്ട 31 മുതലുള്ള വാക്യങ്ങളാണെന്ന് എൻ്റെ ചിന്ത. ഈ സംഭവം കർത്താവിൻ്റെ മനസ്സിൽ വന്നു കാണും.
ശീമോനെ, ശീമോനെ, രാമൻ എന്ന് പറഞ്ഞ് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. അതിനെ കൂടെ നല്ല ആമയം പറയേണ്ടതാ. സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചെന്ന്. എന്തോ കാര്യത്തിൽ? നിങ്ങളുടെ കാര്യത്തിൽ. അല്പം കൂടെ വ്യക്തമാക്കാം. തിരുവഴുത്ത് നമ്മൾ പഠിച്ചാൽ സാത്താൻ ഇന്ന് സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദമുണ്ട്. ഹലോ, ദൈവത്താൽ അനുവദിക്കപ്പെട്ടൊരു സമയം വരെ സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദം അവനുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അതിന് തെളിവില്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമുക്കത് കാണാം. അപ്പം ദൈവത്താൽ അനുവദനീയമായൊരു സമയം വരെ സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദം അവനുണ്ട്. പക്ഷെ അവിടെ അധികാരമൊന്നുമില്ല. ചെല്ലാനുള്ള അനുവാദമേ ഉള്ളൂ. പക്ഷെ അവന് അധികാരമുള്ള ഒരിടമുണ്ട്. അത് ഈ ഭൂമിയാണ്. എല്ലാവരും നല്ല ആമയും പറഞ്ഞേ. ഭൂമിയുണ്ട്, ആകാശമുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ സാത്താൻ ചെന്ന് പറയുന്നുണ്ട്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ അങ്ങേക്ക് ഇതെങ്കിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മനോഹരമായ വിഷയം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ കർത്താവ് എന്നോട് പറയുന്നു, ഇതെങ്കിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് ഇവന് ഇവിടെ അധികാരമുണ്ട്, പക്ഷെ പരമാധികാരമില്ല. പരമാധികാരി സർവശക്തനായ നമ്മുടെ ദൈവമാണ്. എത്ര പേർക്ക് ആദരം തുറന്നൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? മുഴുവൻ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ആദാം അവന് കൊണ്ട് കൊടുത്തതാണ് ഈ അധികാരം. നമ്മൾ സ്തോത്രം ചെയ്യാൻ ഞാൻ പറഞ്ഞു. അവൻ അധികാരമുള്ള ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ അവൻ എത്തി നോക്കാൻ കഴിയാത്തൊരു ഗ്രൂപ്പുണ്ട്. ആരാണതെന്നറിയാമോ? യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങിയ ദൈവസഭയാണ്. പിശാചേ, നിനക്ക് ഭൂമിയിൽ അധികാരം കാണും, പക്ഷെ നിനക്ക് അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് നിനക്കൊറ്റ വിശ്വാസിയുടെ മേലും അധികാരം ദൈവം തന്നിട്ടില്ല. യേശുവിൻ്റെ അനുവാദമില്ലാതെ, എൻ്റെ കർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു വിശ്വാസിയെ എത്തി നോക്കാൻ പോലും നിനക്ക് അനുവാദമില്ല. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ, അഭിഷക്തന്മാർ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പറ, ദുഷ്ടപിശാചേ, നീ എത്ര അപ്രമാദിത്യം പുലർത്തേണ്ട സ്ഥലമാണെങ്കിലും, നിന്റെ കുടിയിരിപ്പൊഴിക്കുന്ന ശക്തിയുള്ള ഇടമാണെങ്കിലും, യേശുവിൻ്റെ അനുവാദമില്ലാതെ എനിക്ക് വേണ്ടി രക്തം തന്ന് എൻ്റെ പൊന്നു കർത്താവ് അനുവദിച്ചിട്ടല്ലാതെ എന്നോട് അടുക്കാൻ നിനക്ക് അനുവാദമില്ല. ഇന്ന് രാത്രി പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിയമത്തിന് വിരോധമായി ചലിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ, അങ്ങനെ ആത്മിക അധികാരത്തോടെ വിളിച്ചു പറയാൻ കൃപ ലഭിച്ചവരുടെ കരമടിച്ച് അല്പനിമിഷം കൂടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചലിക്കട്ടെ. ഓ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ രാത്രി ദൂതെഴുതി വെച്ചു. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഇരുളിന്റെ ശക്തികൾ സ്വൈര്യവിഹാരം നടത്തുന്ന അവന്റെ സിംഹാസനം ഇരിക്കുന്ന മൂക്കിന് താഴെയാണ് നീ ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ, ഏത് ദുഷ്ടശക്തികൾ എത്ര ഉന്നതമായി പ്രവർത്തിക്കുന്ന ഇടമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ
എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ ഒരു ശക്തിയും നമുക്കെതിരെ ചലിക്കാൻ എന്റെ ദൈവം അനുവദിക്കില്ല. അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന വചനത്തിന്റെ ശക്തിയാൽ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ദൈവം നമുക്ക് ജയം തരട്ടെ. രണ്ടാമത്തെ ഒരു ചിന്ത കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ അനുവദിച്ചില്ല. അപ്പൊ നമ്മുടെ ഈ മീറ്റിംഗ് നടക്കുന്ന പോലെ ലൈവായി നടക്കുന്ന ഒരു കാര്യമല്ലത്. ഹലോ, സാത്താൻ ഇന്നലകളിൽ എപ്പോഴോ അനുവാദം ചോദിച്ച് ചെന്നതാ. സാത്താൻ അനുവാദം ചോദിച്ചു വരുന്നു, ഞാൻ കൊടുക്കണമെന്നൊന്നും കർത്താവ് ചോദിച്ചില്ല. അത് അപ്പോൾ നടക്കുന്നതല്ല, ഇന്നലകളിൽ എപ്പോഴോ സംഭവിച്ചതാ. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നു എന്ന് ഇവരറിയുന്നത് കർത്താവ് പറയുമ്പോഴാ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്. അത് അപ്പോൾ നടക്കുന്നതല്ല, ഇന്നലകളിൽ നടന്നതാ. പക്ഷെ സാത്താൻ അനുവാദം ചോദിച്ചു ചെന്നതും കർത്താവ് കൊടുക്കാതിരുന്നതും അവരറിഞ്ഞില്ല. ഇപ്പൊ കർത്താവ് വെളിപ്പെടുത്തിയപ്പോഴാണ് അതറിയുന്നത്. ഇന്ന് രാത്രി ആരാധനാലയത്തിനകത്തിരുന്ന് പിറകോട്ടൊന്ന് ഇറങ്ങി തിരിഞ്ഞു ചിന്തിക്കണം കേട്ടോ. ഞാനും നിങ്ങളും അറിയാതെ നമ്മെ തകർത്ത് കളയാൻ ഇരുളിന്റെ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ എത്ര തകർച്ചയുടെ കുഴികൾ കുഴിച്ചതാണെന്നറിയാമോ? വഞ്ചനയുടെ വല വിരിച്ചതാണെന്നറിയാമോ? എന്നാൽ നാം പോലും അറിയാതെ, ആ കുഴിക്കകത്ത് നിബദിക്കാതെ, വലയ്ക്കകത്ത് കുരുങ്ങാതെ, ഒഴിഞ്ഞു മാറി നടക്കത്തക്ക നിലയിൽ തന്റെ കൃപയുടെ കരം നമുക്ക് വേണ്ടി ചലിപ്പിച്ച് സർവശക്തനായ ദൈവമേ, ഇന്ന് രാത്രി അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം എന്ന് ആത്മനിയോഗത്തോടെ പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അഭിഷക്തന്മാർക്കെതിരെ, വിശ്വാസിക്കെതിരെ അവരറിയാതവരെ തകർത്തു കളയാൻ ദുഷ്ടശക്തികൾ എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ശാസിക്കുന്നു. ആ പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി എന്നേക്കുമായി അഴിഞ്ഞു മാറട്ടെ. Thank you, Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ നമുക്കെതിരെ പലതും പിന്തുടർന്നു വന്നതാ. പക്ഷെ നാം പോലും അറിയാതെ ദൈവം ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടതാ. ആ വാക്കിനെ കര ഉയർത്തൊരു നല്ല ആമേനൊന്ന് പറയാവോ? വേദപുസ്തകത്തിൽ നിന്ന് തന്നെ തെളിയിക്കാൻ ഞാൻ. യാക്കോബ് അമ്മാച്ചന്റെ വീട്ടിൽ പാർത്തോണ്ടിരിക്കുക. ദൈവം പറഞ്ഞു മതി, പൊക്കോളാൻ പറഞ്ഞു, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി വരുന്നില്ലേ. ദൈവശബ്ദം കേട്ട് യാക്കോബ് അപ്പൻ്റെ അടുക്കലേക്കും അപ്പൻ്റെ വീട്ടിലേക്കും മടങ്ങി പോവുക. 20 വർഷം കഴിഞ്ഞ് മടങ്ങി പോവുക. യാക്കോബ് പോയി 3 ദിവസം കഴിയുമ്പോഴാണ് ലാബാൻ അറിയുന്നത് യാക്കോബ് മുങ്ങിയെന്ന്. ഉടനെ ആളും ആരവാരവും സന്നാഹങ്ങളും ഒക്കെയായി ലാബാൻ യാക്കോബിനെതിരെ പുറപ്പെടുക. 7-ാം ദിവസം 2 കൂട്ടരും ഗിലെയാദ് പർവ്വതത്തിലെത്തി. ഒരാമേനൊന്ന് പറ. കയ്യെത്താവുന്ന ദൂരത്തിൽ ലാബാന് യാക്കോബിനെ കിട്ടി. അന്ന് രാത്രി ലാബാൻ കിടന്നുറങ്ങുമ്പോൾ, ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഒരു ആത്മനിയോഗത്തോടെ പറയുക. ഈ ലാബാൻ പുറകെ വരുന്നുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞില്ല. രാമേനൊന്ന് പറഞ്ഞു. യാക്കോബിനെ ഉത്കണ്ഠാകുലനാക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? യാക്കോബിന് അറിയാവുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. ഏത് പ്രതിസന്ധി അറിയാമോ? 20 വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠൻ പറഞ്ഞ ശബ്ദം ഇടിമുഴക്കം പോലെ കാതിൽ മുഴങ്ങുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലും കട്ടായം. പക്ഷെ ഇപ്പം കൊല്ലാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അപ്പൻ ജീവനോടിരിക്കുന്നു. അപ്പൻ്റെ കണ്ണൊന്ന് അടഞ്ഞോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അപ്പൻ ജീവനോടുണ്ടോ എന്നുള്ള കാര്യമൊന്നും ആർക്കറിഞ്ഞുകൂടാ. രാമേനൊന്ന് പറഞ്ഞേ. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യം യാക്കോബിന് ഉറപ്പായി. എന്താ ഉറപ്പായെന്നറിയാവോ?
ജ്യേഷ്ഠന്റെ കോപം മാറിയിട്ടില്ല. ജ്യേഷ്ഠന്റെ കോപം മാറിയിട്ടില്ലെന്ന് ഏശാവിന് എങ്ങനെ മനസ്സിലായി? അങ്ങോട്ട് വിടാൻ നേരത്ത് അമ്മ പറഞ്ഞൊരു പദം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞെന്നറിയാവും? മോനെ, ഏശാവിന്റെ കോപം മാറിയ ശേഷം ഞാൻ എന്നെ ആളയച്ചു വിളിപ്പിക്കാം. ഒരു സ്തോത്രം ഒന്ന് പറ. അപ്പൊ ഈ 2 പതിറ്റാണ്ട് കഴിഞ്ഞു, അമ്മ അയച്ച ആള് വന്നിട്ടില്ല. സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? അമ്മ അയച്ച ആള്, അതിന്റെ അർത്ഥം എന്നാ? അമ്മയുടെ ബ്രെയിൻ വാഷ് ഒന്നും ഏറ്റിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഒന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം. അമ്മയ്ക്കും അപ്പനും കഴിയാതിരുന്നത്, 2 പതിറ്റാണ്ടുകളായി പരിഹരിക്കാൻ കഴിയാതിരുന്നത് ഒറ്റ രാത്രി കൊണ്ട് ദൈവം പരിഹരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. മാനുഷികമായി അപരിഹാര്യമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാത്രി നെടുവീർപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ രാത്രി തലയിൽ കൈവച്ചെന്ന് വചനത്തിന്റെ ദൂത് വിളിച്ചു പറയുകയാണ്, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കും എന്ന് ഇന്ന് രാത്രി പോഷ്കില്ലാത്ത ദൈവം വചനത്തിന്റെ ദൂത് ശക്തമായി ഇതിനകത്ത് വിളിച്ച് പറയുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിന് അറിയാവുന്ന പ്രതിസന്ധി ഏശാവിന്റെ ഭീഷണിയാണ്. പക്ഷെ അവൻ അറിയാൻ കഴിയാത്തൊരു പ്രതിസന്ധി പുറകെ വരുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസതയെ പറയാം, 2ഉം ദൈവം അങ്ങ് പരിഹരിച്ചു കൊടുത്തു. പറ, രഹസ്യമായി പിന്തുടരുന്നതും പരസ്യമായി വെളിപ്പെട്ട് നിൽക്കുന്നതും 2ഉം ദൈവം പരിഹരിച്ചു കൊടുത്തു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, രഹസ്യമോ പരസ്യമോ എന്തുമാകട്ടെ, ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളില്ല. ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളില്ല. അധരം തുറന്ന വിശ്വാസത്താൽ എന്നോട് ചേർന്ന് ദൈവമൊക്കെ സ്തോത്രം ചെയ്തു പറ, ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത, ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി എനിക്കില്ല. ഏഴാം ദിവസം യാക്കോബിനെ പിടിക്കാൻ ലാബാൻ ഇങ്ങനെ പദ്ധതി തയ്യാറാക്കി കിടന്നുറങ്ങുമ്പോൾ ദൈവം ലാബാന്റെ അടുക്കൽ സ്വപ്നത്തിൽ വന്നു. ലാബാനോട് പറഞ്ഞു, അവൻ എൻ്റെ ദാസനാ, നീ അവനെതിരെ ഗുണമോ ദോഷമോ ചെയ്തു പോകരുത്. പിറ്റേ ദിവസം ലാബാൻ പറയുന്നത് ഞാൻ ചിരിച്ചു വായിച്ചിട്ടുണ്ട്. യാക്കോബിനോട് പറയും, എൻ്റെ അല്പം കൂടെ പൊടി, എന്താ പറയുന്നത്, അല്പം കൂടെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഞാനങ്ങ് പറയുകയാണേ, മോനെ, മരുമകനെ, നിന്റെ കുതന്ത്രം കൊണ്ടൊന്നും നീ രക്ഷപ്പെട്ട് വന്നെന്ന് ചിന്തിക്കണ്ട. നീ എന്തെല്ലാം കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയാൽ അത് മുഴുവൻ പൊളിക്കാനുള്ള പദ്ധതി എൻ്റെ കയ്യിലുണ്ട്. ഞാനും എൻ്റെ ആൾക്കാരും കൂടെ നിന്നെ പിടിക്കാൻ വന്നതാ, പിടിച്ചേനെ. പക്ഷേ കഴിഞ്ഞ രാത്രി നിന്റെ പിതാവിൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഗുണമാകട്ടെ ദോഷമാകട്ടെ നിന്നോട് ചെയ്തു പോകരുതെന്ന്. യാക്കോബ് അറിയാതെ പ്രതിസന്ധി അവനെതിരെ വന്നതാ. പക്ഷെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടത്, അങ്ങനെ ഒരു പ്രതിസന്ധി വരുന്നുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞില്ല. പക്ഷെ യാക്കോബ് പോലും അറിയാതെ ആ പ്രതിസന്ധിയിൽ സർവശക്തൻ ഇടപെട്ടത് കൊണ്ടല്ലേ ആ പ്രതിസന്ധിയിൽ നിന്ന് യാക്കോബ് രക്ഷപ്പെട്ടത്. കൃപ ലഭിച്ച ദൈവമക്കൾ, അധരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, ഞാനും നിങ്ങളും അറിയാതെ ഏതെങ്കിലും രഹസ്യ പദ്ധതികൾ എവിടെങ്കിലും ആരെങ്കിലും തയ്യാറാക്കുന്നുണ്ടെങ്കിൽ, അത് പൈശാചിക പദ്ധതികളാകട്ടെ, മാനുഷിക കുതന്ത്രങ്ങളാകട്ടെ, അഹിത്തോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കിയ ദൈവം ഇന്ന് രാത്രി അങ്ങനെയുള്ള പദ്ധതികളെ ഫലമാക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാതെ, പരപ്രേരണ കൂടാതെ, അധരം തുറന്ന് കരമടിച്ച് ഇന്ന് രാത്രി ഈ വചനത്തിൽ യേശുവിന് നന്ദി പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി വചനത്താൽ വിടുതലുകൾ അയക്കുന്നു. ഓ ശബരബ ഖമാദിയാദ റിബി ഖമദിയാദന ധന ധന. വിഷയത്തിലേക്ക് മടങ്ങി വരാം.
ഞാൻ അവരെ സൂക്ഷിച്ചു. ഒരു കാര്യം ഒന്ന് സ്തോത്രം ചെയ്ത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുക. ഒരിക്കൽ നമ്മൾ നിത്യതയിലെത്തും പ്രിയരെ, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. അന്ന് നമ്മൾ പിറകോട്ട് നോക്കി പറയും, നിന്നതല്ലേ. നമ്മുടെ പൊന്നു കർത്താവിനോട് പറയും, അങ്ങ് സൂക്ഷിച്ചതാണ്. ഞാൻ ഈ നിത്യതയിൽ എത്തിച്ചേരാതിരിക്കാൻ അറിഞ്ഞും അറിയാതെയും എന്തെല്ലാം കുതന്ത്രങ്ങൾ മനുഷ്യരും പിശാചും തയ്യാറാക്കിയതാ എന്ന് ഞാൻ പോലും അറിയാതെ അതിൽ നിന്നെല്ലാം എന്നെ ഒഴിവാക്കി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രമെന്ന് പറയുന്ന ഒരു നിത്യത നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ട് കേട്ടോ. അറിയാവുന്നവർ യൂദായുടെ വാക്യം 24-ാമത്തെ വാക്യം ഒരുമിച്ചെന്ന് പറഞ്ഞ്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച്, ഒരുമിച്ചെന്ന് പറ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, നമ്മുടെ കർത്താവ് ശക്തനാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രഥമ പരിഗണന കൊടുത്തത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. മൂന്നാമത്തെ ചിന്ത, യേശു കർത്താവ് താനായി തനിക്കു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? പിതാവേ, ലോകസ്ഥാപനത്തിനു മുമ്പേ. അവിടെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തെയാണ്. ഇന്ന് രാത്രി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ പ്രപഞ്ചോൽപത്തിക്കു മുൻപേ, രാമൻ എന്ന് പറയാമോ, അങ്ങയുടെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരികെ കൈക്കൊള്ളണമേ. അങ്ങനെയാണെങ്കിൽ പ്രധാന ചിന്തയിലേക്ക് വരിക, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനായി മണ്ണിൽ വരുമ്പോൾ തൻ്റെ ദൈവത്വമല്ല, ദൈവത്വത്തിൻ്റെ മഹത്വമാണ് വേണ്ടാന്ന് വെച്ച് വന്നത്. ഫിലിപ്പ് ലേഖനം 2:5 മുതൽ, ക്രിസ്തുയേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള, ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പം തൻ്റെ ദൈവത്വമല്ല, ദൈവത്വത്തിൻ്റെ മഹത്വമാണ് വേണ്ടാന്ന് വെച്ച് വന്നത്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ട് യേശു കർത്താവ് തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ചു വന്നു? ഇതറിയണമെങ്കിൽ നമ്മൾ ആദാമ്യ പാപത്തിലേക്കൊന്ന് വരണം. വിശാലമായ അർത്ഥത്തിലേക്ക് പോകാതെ ഒറ്റ ചിന്ത. നയപരമായി തന്ത്രപരമായി പിശാച് ഹവ്വായോട് ചോദിക്കുന്നു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട്? ഹവ്വയുടെ മറുപടി ഇല്ലില്ലില്ല, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലമൊന്നും തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് മാത്രമല്ല, തൊടരുതെന്നും കൂടെ. നമ്മളതിന് കൊടുക്കുന്ന വ്യാഖ്യാനം കരുതിക്കൂട്ടി മെനഞ്ഞു കെട്ടി ഹവ്വ ഒരു പോഷ്ക് പറഞ്ഞു. ആ പോഷ്കെന്ന വിടവിലൂടെ സാത്താൻ കയറിയെന്ന. ഞാൻ ആ വ്യാഖ്യാനത്തെ എതിർക്കുന്നില്ല. എന്നാൽ ഒരു മറുവശം കൂടെ പറയുകയാണ്, ഇത് തിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും കൂടെ പറഞ്ഞെന്ന് പറയുമ്പോൾ കയ്യെന്നിട്ടൊരു പോഷ്ക് പറഞ്ഞു എന്നതിനേക്കാൾ സത്യത്തിൽ ആ വൃക്ഷഫലം പറിച്ചു തിന്നാൻ പോയിട്ട് അത് തൊടാൻ പോലും ആ സാധു സഹോദരി ആഗ്രഹിച്ചിരുന്നില്ലെന്നൊരു നല്ല വശം കൂടി ഇല്ലേ? സഹോദരിമാരെങ്കിലും തിന്നരുതെന്ന് മാത്രമല്ല. അങ്ങനാണെങ്കിൽ വിലക്കപ്പെട്ട കനിയിലേക്ക് എങ്ങനെ പിന്നെ കൈ നീണ്ടേ? അതിലാണ് പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഒരു നല്ല ആമേൻ പറഞ്ഞ ഉപായത്താൽ ചതിച്ചതുപോലെ. സാത്താൻ്റെ ഉപായം മനോഹരമായൊരു ചിന്തയാണ്. അതിൽ ഒരു ചിന്ത പറയാം.
എന്തിനാ തിന്നരുതെന്ന് പറഞ്ഞെന്നറിയാവോ? തിന്നാലേ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് ദൈവത്തിന് ഇഷ്ടമില്ല. അപ്പോഴാ അമ്മാമ്മയ്ക്ക് കത്തിയത്. അത് പറ. ഞാൻ അന്നു തൊട്ട് ചിന്തിക്കുക അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ദൈവം അങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ഒരാമേനൊന്ന് പറഞ്ഞേ. എവിടെ ഇരുന്നുകൊണ്ടാ മനുഷ്യനത് പറഞ്ഞു? ഏത് നിലയിലിരുന്നാ പറയുന്നത്? 8-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, നിഷ്പാപയുഗത്തിൽ മനുഷ്യൻ എങ്ങനെയായിരുന്നു? ദൈവമേ, അങ്ങയുടെ കൈകളുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ മനുഷ്യനെ ഓർക്കാൻ അവൻ എന്ത്, മനുഷ്യപുത്രനെ വിചാരിപ്പാൻ അവൻ എന്തും മാത്രം. അടുത്തത്, അങ്ങവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. അടുത്തൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട് തേജസ്സും ബഹുമാനവും അണിഞ്ഞിരിക്കുമ്പോഴാണ് മനുഷ്യനോട് ഇപ്പോൾ സാത്താൻ പറയുന്നത്, പോരാ പോരാ, ഇതുപോരാ. നിങ്ങൾ ഇങ്ങനൊന്നും ഇരിക്കേണ്ടവരല്ലെന്നേ. അന്നും ഇന്നും സാത്താൻ്റെ പദ്ധതി ഇതാ. ഒരു നല്ല ആമേനെന്ന് പറ. മനുഷ്യനിൽ പാപത്തിൻ്റെ വിഷവിത്ത് സാത്താൻ ഇട്ടത് ഒന്ന് അസംതൃപ്തിയാണ്. അവൻ്റെ ആയുധപ്പുരയിൽ അവൻ ഉപയോഗിക്കും തോറും മൂർച്ച കൂടി വരുന്ന അവൻ്റെ കനത്ത ആയുധമാണ് അസംതൃപ്തി. അതാണ് ഇന്നും സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കെടുതിയാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്നത്. അത് നമ്മെ സ്വാധീനിക്കരുത്. ആ പൈശാചിക സ്വാധീനത്തെ വിവേചിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം, മനസ്സിലാക്കണം. എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെയുണ്ട്? അവരുടെ ഞാൻ ഒന്നുകൂടെ കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. അസംതൃപ്തി അത് പിശാചിന്റെ വകയാണ്, അവന്റെ ആയുധമാണ്. ഇന്നത്തെ നമ്മുടെ പ്രശ്നം നമുക്കില്ലാത്തതല്ല. ആമേൻ പറയാവോ? മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടിപ്പോയതാ. നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് വന്നവരാണല്ലോ. നമ്മുടെ ഒരു പൊതു പ്രവണത ഞാൻ പറയാം. ലൈവൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് പേടി. അത് കാരണം ഈ സോഷ്യൽ മീഡിയ എനിക്ക് ഭയമായെടുത്തിട്ട്. എന്നാലും ഒന്ന് സൂചിപ്പിച്ചേക്കാം, റെക്കോർഡർ ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, റെക്കോർഡ് ചെയ്താണെങ്കിൽ കുഴപ്പമില്ല. ഞാനേ 10 വർഷം മുമ്പ് ഒരു വീട് വെച്ച്, നല്ലൊരു വീട് വെച്ചു. ഞാനീ പറയുന്നത് ഒരു ഉദാഹരണം പറയാം കേട്ടോ, അല്ലാതെ നല്ല വീടാണ്, നല്ല മുറിയാ, നല്ല കട്ടില്, നല്ല മെത്ത. 8 വർഷം എൻ്റെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മുറിക്കകത്ത് മതി. എന്തോ ഉറക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉറക്കമില്ല. കട്ടിലേൽ ഞാൻ മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് ഈ വെളുപ്പിനെ 2 മണിക്കൊക്കെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക. എന്നാന്നറിയാമോ? കഴിഞ്ഞ 2 വർഷം മുമ്പ് എൻ്റെ അയൽപക്കംകാരൻ എന്നേക്കാൾ നല്ലൊരു വീട് വെച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ രോഗം. ഞാൻ പറഞ്ഞു, എൻ്റെ ഉദാഹരണം പറയുന്നതാണ്, നിങ്ങൾ എന്നെ. ഇപ്പം ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു കർത്താവേ, 10 വർഷം മുമ്പ് അത് വെക്കണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ എലിവേഷനൊന്നും അങ്ങനെ ആയിരിക്കുകയില്ല. നമുക്കില്ലാത്തതിലല്ല ഇന്നത്തെ നമ്മുടെ പ്രശ്നം. മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കിട്ടിയതാ. ഇന്നത്തെ ആത്മീയത, ഇന്നത്തെ പ്രാർത്ഥനയും, ഇന്നത്തെ കൈകൊട്ടും, ഇന്നത്തെ വചന ശുശ്രൂഷകളുമെല്ലാം മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള പരക്കമ്പാച്ചിലാണ്. ആ ആത്മീയത ദൈവം പ്രസാദിക്കുന്നതല്ല, മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ളതല്ല ഇവിടുത്തെ ജീവിതം. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം തരും. എന്നാൽ നിത്യതയ്ക്കായി ഒരുങ്ങാനുള്ള ഒരു കൊച്ചവസരമാണ് ഭൂമിയിലെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരുങ്ങാനൊരു മനസ്സ് എനിക്ക് തരണമെന്ന് ആധാരം തുറന്ന് ദൈവത്തിന്
ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കരട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയരേ, ഇന്ന് രാത്രി ശരിയായ മനോഭാവം നമുക്കുണ്ടാകണം. ആത്മീയരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 2 കാര്യം ഹൃദയത്തിൽ എഴുതിക്കോണം. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം. ആമേൻ എന്ന് പറയാവോ? മറ്റുള്ളവരുടെ നന്മയിൽ. ഒരാൾ നല്ലൊരു വീട് വെച്ചാലേ നല്ലതാന്ന് അതരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് പറയണമെന്ന്. ഞാനൊരു വീടിൻ്റെ സമർപ്പണത്തിന് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. പകല യോഗം അവരുടെ ആൾക്കാരെല്ലാം വിളിച്ച് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് രാത്രിയിലെ സഭയുടെ യോഗമാണ് നാട്ടിലാണ്. ഞാൻ ഈ ഹൈറേഞ്ച് താമസിക്കുന്ന അല്പം തണുപ്പല്ലേ, നാട്ടിൽ ചെല്ലുമ്പോൾ അങ്ങ് വേർക്കും. ഞാൻ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ശാന്തമായിട്ട് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ സമർപ്പണമൊക്കെ എൻ്റെ ആ വചന ശുശ്രൂഷ കഴിഞ്ഞ് രാത്രി ഒത്തിരി വേർത്തു. അപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ അവിടുത്തെ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവമേ, ഞാൻ ആ പ്രാർത്ഥന കേട്ടപ്പോൾ എന്തൊരു പ്രാർത്ഥനയാണ്. ശലോമോൻ്റെ ദൈവാലയത്തിൽ തേജസ് ഇറങ്ങിയതുപോലെ തേജസ് ഇറങ്ങിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ പ്രാർത്ഥന എന്നെ കർത്താവായ യഹോവേ, അടിയനെ ഇത്രത്തോളം. ആ ഒരു ഭവന സമർപ്പണത്തിന് എന്തെല്ലാം വാക്യങ്ങൾ പറയണോ അത് മുഴുവൻ പറഞ്ഞാണ് അച്ഛൻ പ്രാർത്ഥിച്ചത്. ഞാൻ കണ്ടവാനം വേർത്തതുകൊണ്ട് ഇവരുടെ കൂടെ ഫുഡിന് കഴിക്കാതിരിക്കാതെ ഇവരെല്ലാം ഒന്ന് പോയിട്ട് ഏതായാലും അന്ന് പോകുന്നില്ല. ഞാൻ മുറ്റത്ത് പോയി നിൽക്കുകയാണ്. മുറ്റത്ത് പോയി പ്രാർത്ഥിച്ച ഈ അച്ഛനും വേറൊരാളും കൂടെ മുറ്റത്ത് വന്നപ്പോൾ ഞാൻ നിൽക്കുന്നത് അറിഞ്ഞില്ല. അദ്ദേഹം പറയാണ്, ഇത് പണത്തിൻ്റെ കുന്തളിപ്പല്ലയോ, ഇത് പണത്തിൻ്റെ. ഇച്ചിരി മുമ്പ് എന്നെ പ്രാർത്ഥിച്ച്, കർത്താവായ യഹോവേ, നമ്മളീ പറയുന്നതെല്ലാം ഭംഗിവാക്കാ. അങ്ങ് ബ്രദറെ കേട്ടോ, അങ്ങ് ഇതൊന്നും ഹൃദയം സന്തോഷിച്ചല്ല പറയുന്നേ. ഈ മനുഷ്യരെ സന്തോഷിപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. ഒരു നല്ല ആമേൻ എന്നോട് ചേർന്നൊന്ന് പറയാമോ? മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ ഒരു മനസ്സെനിക്ക് തരണമെന്ന് ഹൃദയപൂർവ്വം ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം. 2, നമുക്കുള്ളതിൽ തൃപ്തിപ്പെടണം. കരമുയർത്തി ഒരു നല്ല ആമേൻ പറഞ്ഞു പറ. ആത്മീകരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക, നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുക. ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ചില മനുഷ്യർ കാറ് വാങ്ങിക്കുമല്ലോ, നല്ല കാറാ, ഒരു കുറ്റവും പറയാനില്ല. അവരോട് നല്ല കാറാന്നൊക്കെ പറഞ്ഞിട്ട് മാറി എന്നിട്ട് എന്തായാലും ആ കളർ വേണ്ടായിരുന്നു. പൈസ കൊടുത്തവനല്ലേ ഏത് കളർ വേണമെന്ന് തീരുമാനിക്കും. ഒരു കുറ്റവും പറയാനില്ല. എന്നിട്ട് സന്തോഷിക്കും പ്രിയരെ, മറ്റുള്ളവരുടെ നന്മകൾ സന്തോഷിക്കും. എന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ എൻ്റെ കൂട്ടു സഹോദരനെ, എൻ്റെ കൂട്ടു സഹോദരിയെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയല്ലേ? ഞാൻ അതിലെന്തിനാ അസൂയപ്പെടുന്നേ? ഹൃദയം തുറന്ന് അതിന് സ്തോത്രം ചെയ്യേ. നമുക്ക് ഔദാര്യമായി ദൈവം തന്നല്ലോ. നമ്മോട് കാണിച്ച ഔദാര്യം എല്ലാവരോടും ദൈവത്തിന് കാണിക്കാൻ പ്രസാദമുണ്ടെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കണ്ടേ? ഞാൻ പലപ്പോഴും വായിക്കുകയും ചെയ്തു. കർത്താവ് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ ആക്കാൻ 1 വെള്ളിക്കാശ് പറഞ്ഞ് ഒത്തില്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പൊന്നു കർത്താവേ, ഈ ആദ്യം വന്നവൻ ഓരോ വെള്ളിക്കാശ് കൊടുത്തങ്ങ് വിട്ടിരുന്നെങ്കിൽ അവനങ്ങ് പോയേനെ. അവസാനം വന്നവൻ ആദ്യം കൊടുത്തേ. അവസാനം അപ്പൊ ഇവന് തോന്നി അവൻ ദൈവത്തോട് പറയുക, ഉടമസ്ഥനോട് പറയുക, അനീതിയാണ് കാണിച്ചത്. അതെന്നാ? അവസാനം വന്നവന് 1 വെള്ളിക്കാശ്. കർത്താവ് ചോദിക്കുന്നത്, സഹോദരൻ, നിന്നോട് ഞാൻ എത്ര തരാമെന്നാ പറഞ്ഞേ? നിനക്ക് വല്ലതും കുറച്ചോ? നീ അനീതി എന്ന് പറയാമായിരുന്നു. എങ്ങനെ? നിന്റേത് കുറച്ച് അവന് കൊടുത്തിരുന്നെങ്കിൽ. എനിക്കുള്ളതിനെ കൊണ്ട് എനിക്കിഷ്ടം പോലെ കൊടുക്കാൻ, എന്റെ പരമാധികാരത്തിൽ കൈകടത്താൻ നീ ആരാ?
നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ, നീ അതിൽ സന്തോഷിച്ച പോരെ? മറ്റൊരുത്തിന് ഞാൻ കൊടുക്കുന്നതിൽ നീ എന്തിനാ കണക്ക് പറയുന്നേ? നീ എന്തിനാ മുഷിയുന്നേ? നീ എന്തിനാ പിറുപിറുക്കുന്നേ? ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാണ്, മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഒന്നിലും ഒരു കാരണവശാലും വിധി പറയാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവനോട് ദൈവത്തിന് കരുണ തോന്നുന്നു, ദൈവത്തിന് കനിവ് തോന്നണം എന്നുള്ളവനോട് ദൈവത്തിന് കനിവ് തോന്നുന്നു. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പം ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് പിശാച് വരുത്തി തീർത്താണ് അവൻ പഴം പറിച്ചു നിന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മനുഷ്യൻ അവൻ്റെ തേജസ്സും മഹത്വവും നഷ്ടപ്പെട്ടു. ഒരാമേനൊന്ന് പറ. മനുഷ്യന്റെ പ്രവണത എന്താ? മനുഷ്യന്റെ പ്രവണത താണ നിലയിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് എത്തണമെന്നുള്ളതാണ്, അല്ലേ? താണതിൽ നിന്ന് ഉയരണം. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം എന്താ ചെയ്തെന്നറിയാവോ? മനുഷ്യ, നീ എന്നെ പോലാകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നല്ലേ പിശാചിന് മുമ്പ് വരുത്തി തീർത്തത്. എന്നാൽ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്താം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ. അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്യാമോ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ തേജസ്സിൻ്റെ കർത്താവ് ജഡ ശരീരത്തിൽ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ ഈ മണ്ണിൽ മനുഷ്യനായി വെളിപ്പെട്ടു. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് ആ വാക്യം അതരം തുറന്ന് ഒരുമിച്ചൊന്ന് പറയാമോ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ, അക്കാരം ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടുന്നതിന് നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ, അത് മറന്നു കളയരുത്. ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നത്തെ ചിന്ത. അങ്ങനെ നമ്മുടെ പ്രിയ കർത്താവ് തൻ്റെ തേജസ്സും മഹത്വവും വേണ്ടെന്ന് വെച്ചത് കൊണ്ട് നമുക്കെന്ത് ഗുണം കിട്ടി? റോമാലേഖനം 8:18 അറിയാവുന്നവരെന്നോട് ചേർന്ന് പറയണേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. ഹല്ലേലൂയ. 2 തെസ്സലോനി 2:14 നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കു വിളിച്ചത്. 1 യോഹന്നാൻ 3:1 മുതൽ മനപ്പാടമല്ലേ, നമ്മുടെ നാവിൽ തത്തിക്കളിക്കുന്ന വാക്യമല്ലേ? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, ഇതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. അടുത്തത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ, അടിവരയിടണം, നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഫിലിപ്പി ലേഖനം 3:20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്തത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, അടുത്തതിനും അടിവരയിടണം, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളനാദത്തിങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ്, നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വം നഷ്ടപ്പെട്ട ആദാമ്യ തേജസ്സല്ല, നഷ്ടപ്പെട്ട ആദാമ്യ മഹത്വമല്ല. ഇന്ന് യേശു എന്ത് മഹത്വത്തിലാണോ, ഇന്ന് യേശു കർത്താവ് ഏത് തേജസ്സിലാണോ, ആ തേജസ്സിലേക്ക്, ആ മഹത്വത്തിലേക്ക് നമ്മെ നടത്താൻ തേജസ്സിന്റെ കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്ന ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2 വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഫിലിപ്പി ലേഖനം 3:3-4 വാക്യങ്ങൾ ഒന്ന് പറയാമോ? നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഒരു ആമേനൊന്ന് പറഞ്ഞേ അതിന്.
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു ആവേശം തോന്നുന്നില്ലേ? നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും മരിക്കുമ്പോഴും അവർ സമ്മേളനത്തിലൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോഴും കേട്ടിട്ടില്ലേ, കണ്ണേ കരളേ, അല്ലേ? ആരുമാട്ടെ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, കണ്ണേ. അവരുടെ നേതാവിനോടുള്ള അവരുടെ ആ പ്രതിബദ്ധതയും സ്നേഹാധിക്യവും ആ ഉശിരൻ മുദ്രാവാക്യത്തിലൂടെ, പ്രയോഗത്തിലൂടെ അവര് വെളിപ്പെടുത്തുകയാണ്. കണ്ണേ. അങ്ങനെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്, കർത്താവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള പ്രതിബദ്ധത. പൗലോസ് ഇവിടെ പറയുന്നത് നമ്മുടെ, എല്ലാവരും സ്തോത്രം ചെയ്തേ, ജീവനായ ക്രിസ്തു. ഇന്ന് രാത്രി ഹൃദയത്തോടൊന്ന് ചോദിച്ച്, കർത്താവ് നമുക്ക് എന്താ പ്രിയരെ? ഒരുമിച്ചൊന്ന് ഈ വചന കേൾവിയിൽ സ്തോത്രം ചെയ്തെന്ന് പറയാമോ? എല്ലാറ്റിലും ഉപരി എന്റെ ജീവനേക്കാൾ വലുതായി എന്റെ കർത്താവിനെ കാണാൻ ഒരു സമർപ്പണം എനിക്ക് തരണമെന്ന് അതരം തുറന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഒരാമേനൊന്ന് പറയാമോ? തേജസ്സിൽ നാം വെളിപ്പെടും. ഇനി ഞാൻ ഈ വാക്യം ഒന്ന് വായിപ്പിക്കുകയാണ്. നമ്മെ തേജസ്സിലേക്ക് നടത്താൻ ദൈവം എന്താ ചെയ്തത്? എബ്രായ ലേഖനം 2:10 ഒന്ന് വായിച്ചു നിർത്താം നമുക്ക്. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. സകലത്തിനും ലാക്കും, സകലത്തിനും ഒരു വാക്ക് നിർത്തണേ. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കി, ഞാൻ ആ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനാ. സകലത്തിനും ലാക്കും, സകലത്തിനും കാരണഭൂതനുമായവൻ. ആരെയാണ് തിരുവെഴുത്ത് അങ്ങനെ പരിചയപ്പെടുത്തുന്നത്? പിതാവായ ദൈവത്തെ. എന്താ പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്? ഒരുമിച്ചൊന്ന് പറഞ്ഞേ, സകലത്തിനും ലാക്കും, സകലത്തിനും കാരണഭൂതനുമായവൻ. അടുത്തത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ഒരു നല്ല ആമേൻ പറഞ്ഞേ പ്രിയരെ. ആരാ ആ തേജസ്സിലേക്ക് നടത്തപ്പെടാൻ പോകുന്ന പുത്രർ? അത് നമ്മളാണ്. അങ്ങനെ നമ്മെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ആരുടെ തേജസ്സിലേക്ക് നടത്തപ്പെടാൻ പോകുന്ന പുത്രന്മാരുടെ രക്ഷാനായകനേ, ഹല്ലേലൂയ. കഷ്ടാനുഭവങ്ങളാൽ എല്ലാവരും സ്തോത്രം ചെയ്ത് പറയാമോ? അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ മനുഷ്യനായി കർത്താവ് മണ്ണിൽ വന്നതും തേജസ്സിന്റെ കർത്താവ് ക്രൂശിൽ മരിച്ചതും നമ്മെ തന്റെ തേജസ്സിലേക്ക് നയിക്കാനാണ്, തന്നെ തന്റെ മഹത്വത്തിലേക്ക് നയിക്കാനാണ്. ഇന്ന് രാത്രി അത്യന്താപേക്ഷിതമായി 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയുകയാണ്, റോമലേഖനം 8-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചോണം. ഒരാമേനൊന്ന് പറ. സകല സൃഷ്ടിയും ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. എന്തിനാ ഈറ്റുനോവോടെ കാത്തിരിക്കുന്നത്? ദൈവപുത്രന്മാരുടെ തേജസ്കരണത്തിനു വേണ്ടി. പ്രിയരേ, കർത്താവൊന്നു വരാൻ, നമ്മൾ തേജസ്കരിക്കപ്പെടാൻ, നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെട്ട് ലോകം അതിൻ്റെ സൃഷ്ടി, അതിൻ്റെ ആദാമ്യ പാപം നിമിത്തമുണ്ടായ ശാപത്തിൽ നിന്ന് വിമുക്തി നേടി എല്ലാം യഥാസ്ഥാനത്വത്തിലേക്ക് വരേണ്ടുന്നതിന് പ്രപഞ്ചം ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. ആ ഈറ്റുനോവാണ് ഇന്ന് ലോകവ്യാപകമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കരയിൽ അതാണ് നടക്കുന്നതെങ്കിൽ, കടലിൽ അതാണ് നടക്കുന്നതെങ്കിൽ, ആകാശത്തതാണ് നടക്കുന്നതെങ്കിൽ, പശ്ചിമേഷ്യയിൽ അതാണ് നടക്കുന്നതെങ്കിൽ, ലോക ഭരണകൂടങ്ങളിൽ അതാണ്
നടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, ഇന്ന് ഈ നമുക്ക് കേൾക്കേണ്ട സന്ദേശങ്ങൾ ദൈവത്തിന് സ്തോത്രം, ലോകത്തിൽ നമ്മെ എങ്ങനെ മാനിക്കും എന്നതിനപ്പുറത്ത് നമ്മുടെ കർത്താവിന്റെ വരവടുത്തെന്നും നിത്യതയോട് നാം അടുത്തെന്നും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ, യേശു കർത്താവ് മടങ്ങി വരാൻ പോകുന്നു. നമ്മുടെ തേജസ്കരണം നടക്കാൻ പോകുന്നു. അധരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്ത പ്രിയരെ, നമ്മുടെ കർത്താവ് വരാൻ പോകുകയാണ്. അധരം തുറന്ന് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Glory, glory. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു പ്രിയരെ? കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കുന്നില്ലേ? കാലഘടികാരത്തിന്റെ മണിനാദ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്നില്ലേ? എന്തു തോന്നുന്നു? എന്തു തോന്നുന്നു? ഹല്ലേലൂയ! നമ്മുടെ തേജസ്കരണം സംഭവിക്കാൻ പോകുകയാണ്. യേശു മടങ്ങി വരാൻ പോകുകയാണ്. എൻ്റെ പ്രിയരെ, കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും പ്രഥമമായി ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തണം. നമുക്ക് കിട്ടാൻ പോകുന്നത് കർത്താവിന്റെ തേജസ്സാണ്, കർത്താവിന്റെ മഹത്വമാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഒന്നാം മനുഷ്യന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം ഒടുക്കത്തെ ആദാമിന്റെ പ്രതിമ ധരിക്കും. നാം അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ പോകുകയാണ്. അവനിൽ പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളും കർത്താവ് മടങ്ങി വരാൻ പോകുന്നു, എനിക്ക് തേജസ്കരണം കിട്ടാൻ പോകുന്നു എന്നുറപ്പുള്ള ധൈര്യമുള്ള ദൈവമക്കൾ ആധരം പൂട്ടിയിരിക്കാതെ അധരങ്ങൾ തുറന്നൊന്ന് ദൈവത്തിന് നന്ദി പറയാമോ? എല്ലാ തരങ്ങളും ചലിക്കട്ടെ. നമുക്ക് കൊയറിനോട് ഒരുമിച്ചൊന്ന് പാടാം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. ഹല്ലേലൂയ.